إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ചു തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന പരലോകത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ലോകത്ത് ഇന്നേ വരെ ആരും നിഷേധിച്ചിട്ടില്ലാത്ത, എന്നാൽ നിഷേധിക്കാൻ കഴിയാത്തതുമായ ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്നത്. കാരണം മരണപ്പെടാതെ എന്നെന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആരെയും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, കൂടെ കിടന്നവരും കൂടെ കളിച്ചവരും നമ്മുടെ കൂടെ വളർന്നവരുമെല്ലാം പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നതായി നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു.
മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് രൂപം കൊള്ളുന്ന മനുഷ്യനിലേക്ക് റൂഹ് ഇടുന്നതോടുകൂടി അവന്റെ ജീവിതയാത്ര ആരംഭിക്കുകയാണ്. അല്പകാലത്തെ ഭൗതിക ലോകത്തെ ജീവിതം കൊണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടം അവസാനിച്ചു പോകുന്നു. രണ്ടാമത്തെ ഘട്ടം എന്നത് അത് ബർസഖി ലോകത്തേക്കുള്ള ജീവിതമാണ്. ആ ലോകത്തെ ജീവിതമാണ് രണ്ടാമത്തെ ഘട്ടം. മരണം എത്രത്തോളം വലിയ സത്യമാണോ അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ് മരണശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യന്റെ മൂന്നാമത്തെ ഘട്ടം എന്നത്. മരണശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത പലരും ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ആ ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതാണ്. എല്ലുകൾ ദ്രവിച്ചു പോയതിനു ശേഷം, നുരുമ്പിപ്പോയതിനു ശേഷം വീണ്ടും മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല എന്നതായിരുന്നു അതിനെ നിഷേധിക്കുന്ന ആളുകൾ അതിന് ന്യായം പറഞ്ഞത്. എന്നാൽ മരണശേഷം മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യമാണ് എന്ന് പല കാര്യങ്ങളും തെളിവുകളും നിരത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു കൃത്യമായി വ്യക്തമാക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവതരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ശൂന്യമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ആ ശൂന്യമായ അവസ്ഥയിൽ സൃഷ്ടിച്ച മനുഷ്യനെ ആ മരണശേഷം വീണ്ടും ജീവിപ്പിക്കാൻ അല്ലാഹുവിന് സാധ്യമല്ല എന്ന് പറയുന്ന ആളുകൾ അവർ ബുദ്ധിശൂന്യന്മാരാണ്. ഭൗതിക ജീവിതം എന്നത് ഈ ഭൗതിക ജീവിതത്തിൽ മതിമറന്ന് ആസ്വദിക്കുവാനുള്ള ഒന്നല്ല. കാരണം ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. മരണശേഷമുള്ള ജീവിതത്തിന്റെ വിജയത്തിനും നന്മക്കും വേണ്ടിയുള്ള ഒരുങ്ങലാണ് ഭൗതിക ലോകം എന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ മുന്നിൽ നിയമങ്ങളും ചട്ടങ്ങളും നിയന്ത്രണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹലാലുകളും ഹറാമുകളുമുണ്ട്. ഇവയെല്ലാം കൃത്യമായി പാലിക്കുമ്പോൾ മാത്രമാണ് മരണാനന്തര ജീവിതം വിജയകരമായി തീർക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ മരണം പെട്ടെന്ന് കടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരുങ്ങി നിന്നോളൂ, നാളെ രാവിലെ മരണം വരും എന്ന നിലക്കുള്ള മുന്നറിയിപ്പൊന്നും ഉണ്ടാവുകയില്ല. എന്നാൽ മരണമെന്നത് അത് ഏത് സമയത്തും എപ്പോഴും വരാം എന്ന മുന്നറിയിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ജീവനാഡിയേക്കാൾ, നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് മരണമെന്ന ഓർമ്മപ്പെടുത്തലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മ ചെയ്യുന്നവനെന്നോ നന്മ ചെയ്യുന്നവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ വലിയ വ്യത്യാസമില്ലാതെ മരണമെന്ന ആ യാഥാർത്ഥ്യം ഓരോരുത്തരിലേക്കും കടന്നു വരുമെന്നതാണ്. ജീവിതത്തിന്റെ സന്തോഷങ്ങളും ആനന്ദങ്ങളുമെല്ലാം അതോടുകൂടി അവസാനിക്കുകയും ചെയ്യും. അതോടുകൂടി നമ്മുടെ കൂടെ ജീവിച്ച നമ്മുടെ കൂട്ടുകാർ നമുക്കില്ല. നമ്മുടെ കൂടെ കിടപ്പറ പങ്കിട്ട നമ്മുടെ ഭാര്യമാർ നമ്മുടെ കൂടെ ഇല്ല. വിനോദങ്ങളോ സമ്പാദ്യങ്ങളോ ഇല്ലാത്ത ഒരു ലോകത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. മറിച്ച് തുച്ഛമായ ഇഹലോക ജീവിതത്തിൽ എന്താണോ നമ്മൾ വിശ്വസിക്കുകയും
ഈ ഇഹലോകത്ത് നമ്മൾ എന്താണോ പ്രവർത്തിച്ചു കൂട്ടിയതും അതിനനുസരിച്ചുള്ള രക്ഷയുടെയും ശിക്ഷയുടെയും ജീവിതം തുടങ്ങുകയാണ് ആ മരണത്തോടു കൂടി എന്നതാണ്. അവിടെ ആ മരണത്തിന് ശേഷം ആ രക്ഷയുടെയും ശിക്ഷയുടെയും ലോകം ഒന്നുകിൽ സ്വർഗം, ആ സ്വർഗം കണ്ട് ബർസഖിയായ ഖബറിൽ കിടക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ നരകം കണ്ട് കിടക്കുന്ന ആളുകൾ. ഇതാണ് ബർസഖിയായ ജീവിതം എന്നത്. ഓരോരുത്തരും ഇത് അനുഭവിക്കുമെന്നതാണ്. ഇത് അനുഭവിക്കാത്ത ഒരാളും കടന്നു പോവുകയില്ല. നല്ലവനും ചീത്തയായ ആളും, അതുപോലെ കത്തിക്കരഞ്ഞ് മരിച്ചവരും, വെള്ളത്തിൽ മുങ്ങി മരിച്ച് മത്സ്യങ്ങളുടെ വയറ്റിൽപ്പെട്ടവരും മൃഗങ്ങളുടെ വയറ്റിൽപ്പെട്ടവരും, കെട്ടിടങ്ങൾ തകർന്ന് എല്ലാം ചതഞ്ഞനഞ്ഞു പോയവനും, വീട്ടിലെ കട്ടിലിൽ കിടന്ന് മരിച്ചവനുമെല്ലാം അനുഭവിക്കുവാനുള്ള ജീവിതമാണ് ബർസഖിയായ ജീവിതം എന്നത്. അത് ഒന്നെങ്കിൽ സ്വർഗീയമായ ആനന്ദകരമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ യാതനകളാണ്. ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ സ്വഹാബിമാർ മുതൽ മുസ്ലിം ലോകത്തിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ച സത്യമായ യാഥാർത്ഥ്യമായ ഒന്നാണത്. ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ച ആളുകളുണ്ട്, വ്യാഖ്യാനിച്ച് ഒപ്പിച്ചവരുമുണ്ട്. അതോടൊപ്പം തങ്ങളുടെ ദുർബലമായ മസ്തിഷ്കങ്ങളിട്ട് കറക്കിയ ആളുകളും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ പ്രമാണങ്ങൾക്ക് മുമ്പിൽ ഈ അതെല്ലാം ഫലശൂന്യമായി പോയ കാര്യങ്ങളാണ്. അള്ളാഹു നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾക്ക് മുമ്പിൽ ദുർബല ബുദ്ധി കൊണ്ട് ആ ബുദ്ധിക്ക് ഒരു സ്ഥാനവുമില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ അവർ രക്ഷപ്പെട്ടു പോകും. ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ അവർ വിജയിക്കും. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച ആളുകൾ മഹാഭാഗ്യവാന്മാരായി അവർ സ്വർഗത്തിലേക്ക് കടന്നു പോകും. അല്ലാത്ത ആളുകൾ, ഇതിനെല്ലാം നിഷേധിച്ച ആളുകൾ, അതിനെല്ലാം വ്യാഖ്യാനിച്ചൊപ്പിച്ച ആളുകൾ, അവർ തകർന്ന് തരിപ്പണമായി അവർ ഒന്നുമില്ലാതെ നരകത്തിന്റെ യാതനകളിലേക്കും കഷ്ടതകളിലേക്കും കടന്നു പോകും. ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ, സത്യവിശ്വാസികൾക്ക് ഖബറുകളിൽ സുഖമനുഭവിക്കാമെന്നതാണ്. അവന്റെ ആ സത്യവിശ്വാസിയുടെ ആത്മാവ് ഇല്ലിയൂനായിരിക്കും, സ്വർഗീയമായ ആനന്ദങ്ങളിലായിരിക്കും അവൻ. ശരീരവും ആത്മാവും ഒന്നിച്ച് അവിടെ വെച്ച് സ്വർഗത്തിന്റെ സ്വർഗീയമായ അനുഭൂതികൾ ആ ഖബറിൽ വെച്ച് തന്നെ അവൻ അനുഭവിക്കുമെന്നതാണ്. എന്നാൽ സത്യനിഷേധി എന്നത് നരകം കാണും, അതിലെ പ്രയാസങ്ങൾ ഖബറിൽ അവൻ അനുഭവിക്കും. ശരീരവും ആത്മാവും ഒന്നിച്ച് ശിക്ഷയുടെ അനുഭവങ്ങൾ ആ ഖബറിൽ വെച്ച് തന്നെ അവൻ അനുഭവിച്ചു തീർക്കുമെന്നതാണ്. ഇതെല്ലാം പ്രമാണബദ്ധിതമായ വിശ്വാസങ്ങളാണ്. വിശ്വാസിയായ ഓരോരുത്തരും വിശ്വസിക്കേണ്ട കാര്യമാണ്. ഇതോടുകൂടി മനുഷ്യ ജീവിതം ഈ ദുനിയാവോടുകൂടി അവസാനിക്കുന്ന ഒന്നല്ല. മരണത്തിന് ശേഷം ആ മരണശേഷം വരാനിരിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ആ ജീവിതത്തിൽ മരണമില്ലാത്ത ജീവിതം, അനശ്വരമായ ജീവിതം, ശാശ്വതമായ ജീവിതം, അതാകട്ടെ ഒന്നെങ്കിൽ നരകത്തിൽ അല്ലാത്ത പക്ഷം സ്വർഗത്തിൽ. ഈ രണ്ടാലൊരവസ്ഥയാണ് അവിടെയുള്ളത്. നരക സ്വർഗ വേർതിരിവിന് മുമ്പായി മനുഷ്യൻ പലതും അനുഭവിക്കാനുണ്ട്. നരകവും സ്വർഗം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും അനുഭവിക്കാനുണ്ട്. പല ഗൗരവമേറിയ കാര്യങ്ങളെയും അവൻ അഭിമുഖീകരിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സക്കറാത്തുൽ മൗത്ത്, മൗത്തിന്റെ അവസ്ഥ. ആ മൗത്തിന്റെ മരണം, തൊണ്ടക്കുയിൽ വരുന്ന ആ ഒരു അവസ്ഥ എല്ലാവരും അനുഭവിക്കാനുള്ളതാണ്. അതുപോലെ ഖബറിന്റെ ഇടുക്കം, ഖബറിലെ രക്ഷാശിക്ഷകൾ, അസഹനീയമായ ചൂടിൽ മഹ്ശറയുടെ ആ മഹ്ശറാ സഭയിലുള്ള ആ ഒരു നൃത്തം,
അതുപോലെ ദുഃഖവും പേടിയും വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടലുകൾ, അതുപോലെ മനുഷ്യരെ ചെങ്ങലക്കിട്ട് കൊണ്ടുവരുന്ന അവസ്ഥകൾ, കയ്യാമങ്ങൾ വെക്കുന്ന അവസ്ഥകൾ, കൂച്ചുവിലങ്ങുകൾ, നരകത്തെ മലക്കുകൾ 70,000 കടിഞ്ഞാണുകളിലായി നരകത്തെ കൊണ്ടുവരപ്പെടും. ഓരോ കടിഞ്ഞാണുകളിലും 70,000 മലക്കുകൾ ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന അവസ്ഥകളുണ്ട്. സാക്ഷി പറയാൻ വരുന്ന മലക്കുകളുണ്ട്. അവിടെ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ ഓരോന്നിനെയും കൃത്യമായി കീറിമുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥകൾ. അതുപോലെ നരകത്തിന്റെ അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും ചൂടും, അതോടൊപ്പം മുമ്പിൽ കാണുന്ന കത്തിജ്വലിക്കുന്ന ആ നരകാഗ്നി ഓരോരുത്തരും കാണുന്ന അവസ്ഥകൾ പരലോകത്ത് തന്നെ എല്ലാവർക്കുമുണ്ട്. വൈമിൻകും ഇല്ലാ വാരിദുഹാ, നരകം എന്നത്, അത് കാണുക എന്നത് ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യസമയത്ത് പിറന്നു വീഴുന്ന ആ ചെറിയ പിഞ്ചോമന പൈതലടക്കമുള്ള ലോകത്ത് ജനിച്ചു പോയ എല്ലാ മനുഷ്യരും നരകം പരലോകത്ത് വെച്ച് തന്നെ കാണപ്പെടുമെന്നതാണ്. ആ ഒരു പേടിപ്പെടുത്തുന്ന ഭീതിജനകമായ ആ അവസ്ഥ നാളെ പരലോകത്ത് വരാനുണ്ട്. അതോടൊപ്പം ഓരോരുത്തരുടെയും നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന തുലാസുണ്ട്, കർമ്മരേഖ വെക്കുന്ന അവസ്ഥകളുണ്ട്. സർവശക്തനായ അള്ളാഹുവിന്റെ പ്രഖ്യാപനങ്ങൾ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും വിചാരണ ചെയ്ത് സിറാത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ, ഇങ്ങനെ പലതും കഴിഞ്ഞിട്ടാണ്, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഓരോരുത്തരും നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന ആ വേർതിരിക്കൽ നടക്കുന്നത്. ഒന്നുകിൽ ശാശ്വതമായ യാതനയുടെ കഷ്ടപ്പാടിന്റെ വേദനയേറിയ ശിക്ഷയുടെ നരകയാതന അനുഭവിക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ശാശ്വതമായ എന്നെന്നും നിലനിൽക്കുന്ന ആനന്ദദായകമായ സ്വർഗീയമായ അനുഭൂതികൾ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ. തർക്കിച്ച് ജയിക്കാൻ കഴിയാത്ത ലോകമാണത്. അധികാരം ഫലം ചെയ്യാത്ത ദിവസങ്ങളാണെന്ന്. സമ്പത്ത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ. നമുക്ക് തോന്നുന്നവരെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിവുമാറുള്ള ശുപാർശകരെ കിട്ടാത്ത ലോകം, റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ലോകം, കൈക്കൂലിക്കോ അതുപോലെ പകരം നിൽക്കാനോ പകരം നൽകുവാനോ കുറ്റം ഏറ്റെടുക്കുവാനോ ഇല്ലാത്ത ലോകം. അതാണ് പരലോകമെന്നത്. അത് മരണാനന്തര ജീവിതം എന്നത് ഭൗതിക ജീവിതത്തിലെ തന്റെ അത്താണിയായിരുന്ന വാപ്പയെ വേണ്ടാത്ത ലോകമാണ്. തന്റെ മനസ്സിന്റെ കുളിരും ആനന്ദകരമായ ആ ഉണ്മയെ വേണ്ടാത്ത ലോകമാണ് പരലോകം. കിടപ്പുമുറിയിലെ കുളിർമയും ജീവിതത്തിന്റെ സന്തോഷവും ശക്തിയുമായിരുന്ന ഭാര്യയെ വേണ്ടാത്ത ലോകമാണ് പരലോകം. ഏതൊരു മക്കൾക്ക് വേണ്ടിയാണോ നമ്മൾ നമ്മുടെ രക്തവും വിയർപ്പും കണ്ണീരും ഒഴുക്കിയത്, അവരെ പോലും ഉപേക്ഷിക്കുന്ന വേണ്ടാത്ത ലോകമാണ് പരലോകം എന്നത്. ലോകത്തുള്ള ഒരാളെയും അന്ന് നമുക്ക് വേണ്ടി വരില്ല. ഓരോരുത്തരും പറയും നഫ്സി നഫ്സി, എനിക്ക് രക്ഷപ്പെടണം, എന്റെ ശരീരം എനിക്ക് രക്ഷപ്പെടണമെന്ന് ഓരോരുത്തരും മുറവിളിക്കൂട്ടുന്ന ലോകമാണ് പരലോകമെന്നത്. ആ ഒരു ചിന്ത മാത്രമായിരിക്കും. മക്കളെ നോക്കാൻ, ഭാര്യയെ നോക്കാൻ, ഉപ്പയെ ശ്രദ്ധിക്കാൻ, ഉമ്മയെ ശ്രദ്ധിക്കാൻ, കൂട്ടുകാരെ ശ്രദ്ധിക്കാൻ ആർക്കും സമയമില്ലാത്ത ലോകം. ഇത് മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത എന്നത്. സ്വന്തം നെഫ്സിലേക്ക്, സ്വന്തം ശരീരത്തിലേക്ക് ചുരുങ്ങുന്ന ആ ഒരു ചിന്ത മാത്രമുള്ള ലോകമാണ്. അവന്റെ ലക്ഷ്യം അതാണ്. കാരണം തന്റെ മുമ്പിൽ വരാനുള്ളത് ഏറ്റവും വലിയ തീക്കുണ്ടാരത്തിന്റെ നരകമാണ്, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ്. സംശയം വേണ്ട. തീർച്ചയായും ആ നരകമെന്നത് ആളിക്കത്തുന്ന നരകാഗ്നിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നതായി കാണാം. കല്ലാ ഇന്നഹാ ലദാ നസ്സാഅത്തുൻ ലിശവാ. സംശയം വേണ്ട. തലയോട്ടി പോലും
കരിച്ചു കളയുന്ന നരകത്തിന്റെ അഗ്നിയാണത്. അത് ഒന്നും തന്നെ ബാക്കിയാക്കുകയോ ഒന്നും തന്നെ വിട്ടുകളയുകയില്ല എന്നതാണ്. അത് തൊലിക്കരിച്ച് രൂപം മാറ്റിക്കളയും. അങ്ങനെയുള്ള ലോകമാണ്. മുഖങ്ങൾ കരിച്ചു കളയുന്ന നരകാഗ്നിയാണ്. മനുഷ്യൻ പല്ലിരിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്ന നരകം. നിലത്ത് കുത്തിയവരായിക്കൊണ്ടും അന്ധരും ഊമകളും ബധിരരുമായിക്കൊണ്ടും ഒരുമിച്ച് കൂട്ടുന്ന നരകമാണ്. അനഞ്ഞു പോകുമ്പോഴെല്ലാം ആ നരകത്തിന്റെ ജ്വാല അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന സങ്കേതമാണ് നരകം. അതിന്റെ കൂടാരം അവരെ വലയം ചെയ്തുകൊണ്ടേയിരിക്കും. ആ നരകത്തിൽ പ്രവേശിച്ച ആളുകളെ, ആ നരകത്തിലെ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ വെള്ളത്തിന് അപേക്ഷിക്കുന്ന ആ ഒരു സമയത്ത് ഉരുകിയ ലോഹം പോലെയുള്ള വെള്ളം നൽകി അവരെ കുടിപ്പിക്കുന്ന ശിക്ഷയുടെ ലോകം. ആ വെള്ളം കുടിച്ചാൽ, നരകത്തിലെ ഭക്ഷണപാനീയങ്ങൾ കഴിച്ചാൽ മുഖങ്ങൾ എരിച്ചു കളയുന്ന, മുഖങ്ങൾ കരിച്ചു കളയുന്ന നരകം. വളരെ ദുഷിച്ച വസ്തുക്കളല്ലാതെ നരകത്തിലൊന്നുമില്ല. അവിടെ കുടിക്കാൻ കിട്ടുന്നത്, അവിടെ കഴിക്കാൻ കിട്ടുന്നത് ദുഷിച്ച പാനീയങ്ങളും ദുഷിച്ച ഭക്ഷണങ്ങളുമാണ്. വളരെ മോശപ്പെട്ട വാസസ്ഥലമാണ് നരകമെന്നത്. ആ നരകത്തിന്റെ കഠിനമായ, കഠോരമായ, ക്ലേശകരമായ അവസ്ഥകൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്ക് തന്നെ അവനെ മടക്കിക്കൊണ്ടുപോകുന്ന ഭയാനകമായ അവസ്ഥയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. കൊടും ചൂടുള്ള വെള്ളം കുടിക്കാൻ നൽകപ്പെടുമ്പോൾ ആ വെള്ളം കുടിച്ചാൽ അവന്റെ കുടൽമാലകൾ വരെ ചിന്നിച്ചു തെറിയുന്ന അവസ്ഥകളാണ് നരകത്തിലുള്ളത്. മനുഷ്യന് നഷ്ടബോധം അപ്പോഴാണ്. ഇതെല്ലാം അനുഭവിക്കുമ്പോഴാണ് മനുഷ്യന് നഷ്ടപ്പോയല്ലോ എന്ന ആ ഒരു കുറ്റബോധം അവനുണ്ടാവുക. നഷ്ടപ്പെട്ടു പോയ ഭൗതികമായ ലോക ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നല്ലോ, ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനാകുമായിരുന്നല്ലോ എന്ന ചിന്ത അവനുണ്ടാകും. പക്ഷേ ചിന്തിച്ചിട്ട് കാര്യമില്ല. എല്ലാം നഷ്ടപ്പെടുത്തി, സമ്പത്ത്, ആരോഗ്യം, യുവത്വം, ഒഴിവു സമയം, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ ഇന്ന് നരകം കാണുമ്പോൾ മനുഷ്യൻ ചിലതൊക്കെ ഓർത്തുപോകുന്ന സമയങ്ങൾ അവൻ ചിന്തിക്കുകയാണ്. പക്ഷേ ആ ചിന്തയുടെ സമയം അവസാനിച്ചു കഴിഞ്ഞു. അതായിരുന്നു ഇഹലോകമെന്നത്. ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് യാതൊരു ഫലവുമില്ല. ഇനിയുള്ളത് പ്രവർത്തനത്തിന്റെ ഫലം അനുഭവിക്കാൻ മാത്രമാണ്. ദുനിയാവിൽ നമ്മൾ എന്താണോ പ്രവർത്തിച്ചത് ആ പ്രവർത്തനത്തിനുള്ള ഫലം അനുഭവിക്കുന്ന അതിനുള്ള ഫലം കിട്ടുന്ന സമയം മാത്രമാണ്. ഇനി പ്രവർത്തിക്കാൻ സമയമില്ല. ഈ ദുനിയാവിൽ നല്ല വിളവെടുത്ത ആളുകൾ, നല്ല കൃഷി ചെയ്ത ആളുകൾ നല്ല വിളവെടുക്കുന്നത് ആ പരലോകത്താണ്. അവിടെയാണ് അതിന്റെ ഫലം ലഭിക്കുക. അതുകൊണ്ട് നന്മ ചെയ്ത ആളുകൾക്ക് സന്തോഷിക്കാം. അവർക്ക് ദുഃഖിക്കേണ്ടതില്ല, അവർ വിഷമിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വാക്കുകൾ, മലക്കുകളുടെ അഭിനന്ദനങ്ങളും ആശംസകളും, സ്വീകരണങ്ങൾ, സുഭിക്ഷമായ ഭക്ഷണപാനീയങ്ങൾ, മടുപ്പ് വരാത്ത സുഖസന്തോഷങ്ങൾ, മതിവരാത്ത ആനന്ദങ്ങൾ, അവസാനമില്ലാത്ത സന്തോഷങ്ങൾ, അതാണ് സ്വർഗലോകം എന്നത്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം അത്രയും സുഖദായകമാണ് സ്വർഗീയമായ അനുഭവങ്ങൾ എന്നത്. പട്ടിന്റെ സോഫയും ചാരുകസേരകളുമാണ് ആ സ്വർഗത്തിലുള്ളത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങളും ആഭരണങ്ങളും, സമപ്രായക്കാരായ കന്യകത്വം നഷ്ടപ്പെടാത്ത സ്ത്രീകൾ, ഹൂറുലീനങ്ങളായ ആളുകൾ, താഴ്ന്നു വരുന്ന പഴവർഗ്ഗങ്ങൾ, അങ്ങനെ ആഗ്രഹിക്കുന്നതെന്തും ലഭിക്കുന്ന സ്വർഗീയമായ ലോകം. സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ഓരോ അനുഭൂതിയെ കുറിച്ച് പറയുമ്പോഴും,
സ്വർഗീയ പാനീയങ്ങൾ, സ്വർഗീയമായ മെത്തകൾ, സ്വർഗീയമായ സോഫകൾ, സ്വർഗീയമായ ചാരുകസേരകൾ, സ്വർഗീയമായ പഴവർഗ്ഗങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന ഒന്നിനോടും താരതമ്യം ചെയ്യാൻ പാടില്ല. അതിനോട് താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല. സ്വർഗത്തിന്റെ അനുഭൂതികൾ എന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ്, ഒരു കാതും കേട്ടിട്ടില്ലാത്തതാണ്, ഒരാളുടെ ഹൃദയങ്ങൾ കൊണ്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും മനോഹരമായ അനുഗ്രഹങ്ങളായിരിക്കും ആ സ്വർഗീയമായ അവസ്ഥയിൽ ലഭിക്കുക എന്നതാണ്. മനുഷ്യന്റെ മുന്നിൽ വരാനിരിക്കുന്ന അനിഷേധ്യമായ യാഥാർത്ഥ്യങ്ങളാണ് ഇതെല്ലാം. ഈ ലോകം, ഈ ദുനിയാവ് എന്നത് അത് അവസാനിക്കും. ഈ ദുനിയാവ് ഒരിക്കലും ശാശ്വതമല്ല. ഇവിടുത്തെ സുഖങ്ങളും അതെല്ലാം അവസാനിച്ചു പോകും. ഈ ലോകം തന്നെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദിവസം വരാനുണ്ട്. വ്യവസ്ഥാപിതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ സംവിധാനങ്ങളെ നീക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥകൾ തന്നെ അത് തകർന്ന് തരിപ്പണമായി മാറുന്ന ദിവസം വരാനുണ്ട്. ആകാശം വിണ്ടുകീറുകയും നക്ഷത്രങ്ങൾ ഓരോന്നോരോന്നും ഉതിർന്നു വീഴുകയും ഭൂമിയും മലകളും എല്ലാം കൂട്ടിയിരിക്കുകയും ചെയ്യുന്ന ദിവസം വരാനുണ്ട്. കടലുകൾ അത് കത്തി ഒഴുകുന്ന ദിവസം, മനുഷ്യർ അന്താളിച്ചു പോകും, ഗർഭിണികളോ പ്രസവിച്ചു പോകുന്ന ദിവസം, മുലയൂട്ടുന്ന അമ്മമാർ, മുലയൂട്ടുന്ന ഉമ്മമാർ കുട്ടികളെ അവഗണിച്ചു പോകുന്ന, അവർ പരിഗണിക്കാത്ത ദിവസം. കാരണം അന്നത്തെ ദിവസം അത്ര ഗൗരവമാണ്, അത്ര ഭീതിതമാണ്, അത്ര ഭയപ്പെടുത്തുന്ന ദിവസമാണ്. പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക എന്നതാണ്. എന്നാൽ അതിന് മുമ്പായി ഒരുപാട് അടയാളങ്ങൾ വരാനുണ്ട്. പലതും കഴിഞ്ഞുപോയി, ഇനിയും ആവർത്തിച്ചേക്കാവുന്ന പലതുമുണ്ട്. പലതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പല അടയാളങ്ങളുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞു തന്നത്. അന്ത്യദിനത്തിന്റെ മുന്നോടിയായി വലുതും ചെറുതുമായ പല അടയാളങ്ങൾ വരാനുണ്ട്. അതിൽപ്പെട്ടതാണ് ഇനി വരാനുള്ള അടയാളങ്ങളാണ് വ്യാപകമായ പുക വരാനുള്ളത്. അതുപോലെ മസീഹുദ് ദജ്ജാൽ, ഈസാ നബിയുടെ വരവ്, യഅജൂജ് മാജൂജിന്റെ പുറപ്പാട്, ഇതെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതിനെക്കുറിച്ചെല്ലാം അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. തകർക്കപ്പെടുന്ന കഅബയും ഉയർത്തപ്പെടുന്ന ഖുർആനും അതെല്ലാം അവസാനിച്ചു പോകുന്ന നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ എല്ലാം അവസാനിച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നമ്മോട് പറയും, ഇതെല്ലാം കൃത്യമായി വിവരിച്ചു തരുന്നതായി പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മരണം മുതൽ സ്വർഗ നരക പ്രവേശനങ്ങൾ വരെയുള്ള കാര്യങ്ങളും സ്വർഗവും നരകവും വളരെ വിശദമായി നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യന്റെ മരണനിമിഷം മുതൽ അവന്റെ ആത്മാവ് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം, ആത്മാവിന്റെ യാത്രയും ബർസഖിയായ ജീവിതവും, അന്ത്യദിനത്തിന്റെ അടയാളങ്ങളും, അന്ത്യദിനത്തിന്റെ ഭയാനകതയും, അന്ന് സംഭവിക്കുന്ന ഭയാനകമായ കാര്യങ്ങളും, അതിനുശേഷം വരാനുള്ള പരലോകവും, അവിടുത്തെ വിചാരണയും പരലോകത്തെ അവസ്ഥകളും, ആ കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കലും, കർമ്മരേഖ വെക്കലും, ഹൗദുൽ കൗസറിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുന്ന അവസ്ഥയും, സിറാത്തുൽ മുസ്തഖീമും അതിലൂടെയുള്ള ആ സിറാത്തിലൂടെയുള്ള നടത്തവും, അതെല്ലാം കഴിഞ്ഞ് നരകവും സ്വർഗവും, അങ്ങനെ അല്ലാഹുവിന്റെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ആഴ്ചകളിൽ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട
ഖുതുബകളാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അതിന് കൃത്യമായി അത് പഠിക്കാനും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, രാജ്യത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ടർ ലിസ്റ്റ് പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്ന വിവരം നമ്മളൊക്കെ അറിഞ്ഞു കാണും. 2002 വോട്ടർ ലിസ്റ്റ് പ്രകാരം SIR പരിഷ്കരിക്കുന്ന ആ ഒരു സംവിധാനത്തിലാണ് ഇപ്പോഴുള്ളത്. ആ SIR-ൽ പേരില്ലാത്ത ആളുകൾ, അതിൽ ഉൾപ്പെടാത്ത ആളുകൾ വോട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ അതിൽ പേര് ചേർക്കുവാനുള്ള അവസരം ഇന്നലെ മുതൽ BLOമാർ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് അടുത്ത മാസം ആദ്യവാരം വരെ നമ്മുടെ വീടുകളിൽ അവർ വരും. ആ സമയത്ത് അവർ വിതരണം ചെയ്യുന്ന ഫോമുകളുണ്ട്. അത് കൃത്യമായി നമ്മൾ പൂരിപ്പിച്ചു നൽകുകയും അതിലൊരു അശ്രദ്ധയും കാണിക്കാതെ, ഒരു അലംഭാവം കാണിക്കാതെ നമ്മൾ അവരോട് കൃത്യമായി സഹകരിക്കുകയും ചെയ്യണമെന്നതാണ്. കാരണം അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ പൗരത്വം വരെ ഇനി തീരുമാനിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ 18 വയസ്സ് പ്രായമായ ആളുകൾ എല്ലാവരും ഇതിൽ കൃത്യമായി ഗൗരവം കാണിക്കണം. നമ്മൾ അലംഭാവം ഒരിക്കലും കാണിക്കാൻ പാടില്ല. നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ വീടിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ കുടുംബത്തിലൊക്കെയുള്ള ആളുകൾ BLOമാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കൃത്യമായ രേഖകൾ നമ്മൾ ഒരുക്കി വെക്കണം. ആ രേഖകൾ ഒരുക്കി വെക്കുകയും അവരോട് നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. പ്രത്യേകം ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പല ആളുകളും ആശങ്കയിലാണ്. എന്താണ് ചെയ്യേണ്ടത്, കൃത്യമായി എന്തൊക്കെയാണ് നമ്മൾ, ഏതൊക്കെ രേഖകളാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നൊന്നും അറിയാത്തൊരവസ്ഥയിലൂടെയാണ് പല ആളുകളും കടന്നു പോകുന്നത്. ഇവിടെ നമ്മുടെ അജ്ഞതയൊക്കെ നമ്മൾ മാറ്റിവെച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓരോ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാട്സപ്പുകളിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രേഖകളാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ പോസ്റ്ററുകൾ എല്ലാ ദിവസവും രാവിലെ വരുന്നുണ്ട്. അത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുകയും അത് മറ്റുള്ള ആളുകളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആശങ്കകളെല്ലാം നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കൃത്യമായി ആ വിഷയത്തിൽ ഇടപെടുവാനും യാതൊരു രീതിയിലുള്ള അപാകതകളും ഇല്ലാതെ വോട്ടർ ലിസ്റ്റിലൊക്കെ പേര് ചേർക്കുവാനൊക്കെ ചെയ്യുവാനൊക്കെ നമുക്ക് അല്ലാഹു യാതൊരു അശ്രദ്ധ കൂടാതെ ആ കാര്യം പൂർത്തിയാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിഷയത്തിലുള്ള ആശങ്ക അല്ലാഹു നമുക്കെല്ലാം മാറ്റിത്തരുമാറാകട്ടെ. അല്ലാഹുവേ, പരലോകമെന്ന ജീവിതത്തിൽ സ്വർഗവും നരകവും വിധിക്കുന്ന ആ നാളിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാൻ. നരകമെന്ന യാതനയേറിയ ശിക്ഷയുടെ ലോകത്ത് അതിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാൻ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്ന, നല്ല
മുത്തഖിങ്ങളായ സ്വാലിഹ്യങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നാട്ടുകാർ, കൂട്ടുകാർ, അയൽവാസികൾ അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണം റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ വലുതും ചെറുതുമായ പാപങ്ങൾ എല്ലാം അറിയുന്നവനായ റബ്ബേ, ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. തിന്മയുടെ സദസ്സുകളിൽ നിന്ന്, തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. നന്മകൾ വാരിക്കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ മുൻഗാമികളെ പോലെ സ്വർഗത്തിലേക്ക് മത്സരിക്കുന്ന, തഖ്വയിലേക്ക് മത്സരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.